നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായി കിടന്ന എൻ്റെ ജീവിതം ആകെ തകർക്കപ്പെട്ടു, ആകെ ഉടയപ്പെട്ടു, ജീവിതത്തിൽ പ്രത്യാശകളെല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിതം തകർന്നു കിടക്കുമ്പോഴും ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. പക്ഷേ ഞങ്ങളുടെ പ്രയത്നങ്ങൾക്കോ ഞങ്ങളുടെ കർമ്മങ്ങൾക്കോ പരിശ്രമങ്ങൾക്കോ ഒന്നും ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ജീവിതം ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനെ? ഈ ജീവിതം ഇതോടെ തീർന്നു പോകും. സമൂഹത്തിൽ യൗവനക്കാർ മാന്യതയോടുകൂടി ജീവിക്കുന്നത് കാണുമ്പോൾ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ഒട്ടും ആഗ്രഹിക്കാത്ത പാപത്തിന്റെ വഴികൾ, പാപപ്രവൃത്തികൾ. ഇങ്ങനെ ജീവിതം തകർന്നു കിടന്നു. രക്ഷപ്പെടുവാൻ ഒത്തിരി മാർഗങ്ങൾ നോക്കി, ആ മാർഗങ്ങൾക്കൊന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ തകർച്ചയുടെ അങ്ങേയറ്റം, ജീവിതം ഇതോടെ തീരും, ഇനി ഈ ജീവിതത്തിൽ ഒരു അനുഗ്രഹമില്ല, ഒരു നന്മയുണ്ടാകത്തില്ല എന്ന് നനച്ചിരുന്ന സമയത്ത് ഇതുപോലെ ആരോ പറഞ്ഞൊരു സുവിശേഷമാണ് ഞങ്ങളുടെ കാതുകളിലെത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പരിശ്രമങ്ങൾക്കൊന്നും ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ഞങ്ങൾക്ക് യേശുവിൽ ആശ്രയിക്കേണ്ടി വന്നത്. പ്രിയരെ, വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അല്ല യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നത്. ഞങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കിട്ടിയത് ഒരു സാധ്യതയായി കണ്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കാം. അത് മാത്രമായിരുന്നു ഈ ക്രൈസ്തവ ജീവിതം. കാരണം ഞങ്ങളാരും പാരമ്പര്യ ക്രിസ്ത്യാനികളല്ല. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ എൻ്റെ പട്ടണത്തിൽ അന്വേഷിക്കുമ്പോൾ അറിയാം, എൻ്റെ അച്ഛനൊരു വൈദ്യനാണ്. എൻ്റെ അച്ഛൻ്റെ സ്വദേശം പെരിങ്ങമ്മലയാണ്. പെരിങ്ങമ്മല പോയിട്ട് വൈദ്യനപ്പോ അഥവാ മന്ത്രവാദി അപ്പോ എന്ന് ചോദിച്ചാൽ അവിടെയുള്ളവർ ഒരുപോലെ എൻ്റെ അച്ഛനെ ഓർക്കാറുണ്ട് ഇപ്പോഴും. അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് യേശുവുമായി ഒരു ബന്ധമില്ല. യേശു ഒരു മതത്തിന്റെ ദൈവം, ആ ഒരു കാഴ്ചപ്പാട് മാത്രം. ദൈവമാണെന്നറിയാം, അത് ക്രിസ്ത്യാനികളുടെ ദൈവമായി ഞങ്ങൾ മാറ്റി നിർത്തപ്പെട്ട ഒരു ദൈവമായിരുന്നു ഈ യേശു എന്ന് പറയുന്നത്. എന്നാൽ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ജീവിക്കുവാൻ ആഗ്രഹമുണ്ട്, കൊതിയുണ്ട്. പക്ഷേ മുന്നോട്ട് പോകുവാൻ സാഹചര്യം ഒക്കുന്നില്ല. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി വെളിപ്പെട്ടു നിന്നപ്പോൾ ഞങ്ങളെ രക്ഷപ്പെടുവാനുള്ള ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ പിടിച്ച, അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ച അവസാനത്തെ ഒരു നാമമായിരുന്നു ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം. വളരെ സന്തോഷത്തോടുകൂടി ഈ പട്ടണത്തോട് പറയട്ടെ, ഈ നാമത്തെ ഞങ്ങൾ വിളിച്ചത് കൊണ്ട് പിന്നെ ഒരിക്കലും മറ്റൊരു നാമത്തെ വിളിക്കേണ്ടി വന്നിട്ടില്ല. എന്തെന്നാൽ ഞങ്ങളുടെ ജീവിതത്തെ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം പണിയുവാൻ തുടങ്ങി. അന്ന് വരെ ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് കരുതിയ ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുവാൻ തുടങ്ങി. ഞങ്ങളുടെ മദ്യപാനം, ഞങ്ങളുടെ പാപപ്രവൃത്തികൾ, പാപസ്വഭാവം, ഇതുമൂലം വന്ന ശാപനിമിത്തമുണ്ടായ തകർച്ചകൾ, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോന്നായി ഞങ്ങളുടെ കുടുംബം വിട്ട് ഇറങ്ങിപ്പോകുന്നത് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. അന്നൊരു സത്യം മനസ്സിലായി. അന്ന് ഒത്തിരി പേർ പ്രസംഗിച്ചും പറഞ്ഞും കേട്ടിട്ടുള്ള ഒരു ബൈബിൾ വാക്യം ഇങ്ങനെയാണ്: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം. നല്ല ആരോഗ്യവും നല്ല എന്താ പറയുക കൂട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും കൈക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ നാളുകളിൽ ഞങ്ങൾ ഈ ആശ്രയത്തിൽ, അല്ലെങ്കിൽ യേശുവിൽ നിന്ന് ആശ്രയിക്കുവാനിടയായി. അന്ന് ഈ വചനത്തിന്റെ മഹത്വം, ഈ വചനത്തിന്റെ മാഹാത്മ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അന്ന് മുതൽ ഈ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തുടങ്ങിയത്.
ഇത് നമുക്ക് ധൈര്യത്തോടുകൂടി ഞങ്ങൾ പട്ടണങ്ങളിൽ വിളിച്ചു പറയും. ധൈര്യത്തോടുകൂടി പട്ടണങ്ങളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യും. മറ്റൊന്നുമല്ല, ഈ ലോകത്തിൽ നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു ജീവിത ശൈലിയിലോട്ട് നിങ്ങൾക്ക് കയറി വരുവാൻ കഴിയുന്നില്ലയോ? നിങ്ങളായിരിക്കുന്ന ശാപത്തിൽ നിന്നോ, നിങ്ങളായിരിക്കുന്ന തകർച്ചയിൽ നിന്നോ, നിങ്ങളായിരിക്കുന്ന ഈ പ്രയാസകരമായ അവസ്ഥയിൽ നിങ്ങളെ വിടുവിക്കുവാൻ ആർക്കും കഴിയുന്നില്ലയോ? എങ്കിൽ നിങ്ങളോടാ ഞങ്ങൾക്ക് ഈ സന്ദേശം പറയുവാനുള്ളത്. അതാ ഈ തിരുവചനം ഇങ്ങനെ പറയുന്നത്: മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മാനവരാശിയുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശുക്രിസ്തു എന്ന നാമം. പ്രിയരെ, തിരുവചനം ഇങ്ങനെ പറയുന്നു: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതിനുമില്ല. ആ തിരുവചനത്തിന്റെ സത്താണ്, അല്ലെങ്കിൽ ആ തിരുവചനത്തിന്റെ ഒരു അനുഗ്രഹമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ആ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നോക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഒരു ഭാഗ്യമാണ് ഇന്ന് ജീവനോടുകൂടി ഈ പട്ടണത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുന്നത്. ഒരുപക്ഷെ ഈ നാമത്തെ നമുക്ക് ലഭിക്കാതിരുന്നുവെങ്കിൽ ഇതിനു മുമ്പേ ഞങ്ങളുടെ പട്ടണത്തിൽ ഞങ്ങൾ ഹല്ലേലൂയ മണ്ണോട് മണ്ണ് ചേർന്ന് ഇന്ന് പുല്ലുകുരുത്തേനെ. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യേകതയെ കുറിച്ച് ഇന്ന് പറയുമ്പോൾ എന്താ ഇത്ര സന്തോഷം, എന്താ ഇത്ര അഭിമാനം? എവിടെയൊക്കെയോ ജീവിതം തീർന്നു എന്ന് കരുതി ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇനി ജീവിതത്തിൽ ഒരു നന്മയില്ല, അനുഗ്രഹമില്ല, ഒരു സന്തോഷമില്ല, ഇതോടെ തകർന്നു തീർന്നു പോയി എന്ന് നനച്ച് നിരാശയോടുകൂടി ഓരോ നാളുകളും മരണഭയത്തോടുകൂടി ജീവിച്ച് നീക്കിയ ഞങ്ങളുടെ ജീവിതത്തിൽ അഴിഞ്ഞു കിടന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി, ഒരു ജീവനായി ഇറങ്ങി വന്ന ഒരു നാമമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന നാമം. ഇന്ന് ഈ പട്ടണത്തോട് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചു പറയട്ടെ: ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഏരിയയിൽ ഒരു സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ഒരു സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുവരുവാൻ കഴിയുന്നില്ലയോ? നിങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം പരാജയപ്പെട്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾ തന്നെ ഒരു ശാപമായി പോയി, നിങ്ങളുടെ കുടുംബം ഒരു ശാപമാണ്, ഒരു തകർച്ചയാണ് എന്ന ചിന്തയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണോ? ആ അവസ്ഥയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? എങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പരിശ്രമങ്ങൾക്കോ, നിങ്ങൾ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കോ പ്രവൃത്തികൾക്കോ നിങ്ങൾക്ക് രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ തകർച്ചയിൽ പെട്ടുകഴിഞ്ഞാൽ ആ മനുഷ്യൻ എങ്ങനെയും രക്ഷപ്പെടുവാൻ കൊതിക്കും. രക്ഷപ്പെടുവാൻ കൊതിക്കാത്ത, ആഗ്രഹിക്കാത്ത ആരും ഭൂമിയിലില്ല. ഏതൊരു വ്യക്തിയെ കുറിച്ച് നോക്കിയാലും, അല്ലെങ്കിൽ പട്ടണത്തിൽ മദ്യപിച്ച് തകർന്നു കിടക്കുന്ന ഒരു യൗവനക്കാരനോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, നിനക്ക് രക്ഷപ്പെടുവാൻ ആഗ്രഹമില്ലേ? അവൻ പറയുന്ന ഒരു പദമുണ്ട്: എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് കഴിയുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിലും തകർച്ചയിലും മദ്യപാനത്തിലും തകർന്നു കിടന്നപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, രക്ഷപ്പെടണം. ഇത് ഞങ്ങളുടെ അകത്തൊരു ആഗ്രഹമാണ്. പക്ഷെ ഞങ്ങളെ കാണുന്നവർ ഒരുപോലെ പറയും: ഇവൻ ശപിക്കപ്പെട്ടവൻ, ഇവൻ കുടുംബത്തിന് ശാപം, ഞങ്ങളുടെ പട്ടണത്തിന് ശാപം. ഇതൊന്ന് ചത്ത് കിട്ടിയിരുന്നെങ്കിൽ അടുത്ത തലമുറയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടേനെ എന്ന് എന്നെക്കുറിച്ച് പലരും പറഞ്ഞ അനുഭവങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സമൂഹം അങ്ങനെ പറയുമ്പോഴും എൻ്റെ ഹൃദയത്തിനകത്തൊരാഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തെ കാണുന്ന ആരും ഈ ഭൂമിയിലില്ല. എൻ്റെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും എൻ്റെ ഹൃദയത്തെ കാണുവാൻ കഴിയില്ല. ഇങ്ങനെ തകർന്നു കിടക്കുമ്പോഴും എൻ്റെ ഹൃദയം ഇങ്ങനെയായിരുന്നു: എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. പ്രിയരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, ഈ ഭൂമിയിൽ ആരും എൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കാതെ, എൻ്റെ ഹൃദയത്തെ കാണുവാൻ ആർക്കും കഴിയാതിരുന്നപ്പോൾ, എൻ്റെ ഹൃദയത്തെ കണ്ട് ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെയും എൻ്റെ ആവശ്യങ്ങളെയും അറിഞ്ഞ
ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ നാമത്തെയാണ് ഞാൻ ഇവിടെ ഉയർത്തുന്നത്. അവന്റെ നാമമത്രേ കർത്താവായ യേശു ക്രിസ്തു. ഞാനൊരു ക്രിസ്ത്യാനി ആയിട്ടല്ല ഈ കർത്താവായ യേശു ക്രിസ്തു എന്നെ വിടുവിച്ചത്. ഞാൻ മുമ്പ് കരുതിയിരുന്നു ഈ ദൈവം ക്രിസ്ത്യാനികളെ മാത്രം രക്ഷിക്കുന്ന ദൈവമാണെന്ന്. പക്ഷെ ഇന്ന് ഞാൻ ധൈര്യത്തോടുകൂടി പറയും, യേശു എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. യേശു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. പക്ഷേ നാം ഏതവസ്ഥയിലിരുന്നാലും, ഏത് മതസ്ഥനായാലും, ഈ കർത്താവിന്റെ പ്രത്യേകത അവൻ ഈ ലോകത്തിന്റെ രക്ഷകനാകയാൽ, അവൻ സകല മാനവകുലത്തിന്റെയും രക്ഷകനാകയാൽ, യേശു പ്രത്യേകം ഒരു മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമല്ല, അവൻ സർവ്വലോകത്തിന്റെയും രക്ഷകനാകയാൽ ഈ ലോകത്തിൽ ഏത് മതസ്ഥനും ധൈര്യത്തോടുകൂടി വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു നാമമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം. ഇന്നൊരു പക്ഷേ ക്രിസ്ത്യാനികൾ പറയും, അയ്യോ ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന്. ഇങ്ങനെ ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടട്ടില്ലേ? ആ ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവായ യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമേ അല്ല, അവൻ സകല മാനവകുലത്തിന്റെ ദൈവമാണ്. നിങ്ങൾ ഏതൊരു വ്യക്തിയാണെങ്കിലും, ഏത് സാഹചര്യത്തിലുള്ള വ്യക്തിയാണെങ്കിലും, നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങളുടെ തകർച്ചയുടെ അവസ്ഥയിലാകട്ടെ, സന്തോഷത്തിന്റെ അവസ്ഥയാകട്ടെ, ഏതവസ്ഥയിലും നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ഈ ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ഒരു ശബ്ദം ഉയർന്നില്ലെന്ന് വരാം. പക്ഷേ ഞാനൊന്ന് പറയാം, ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിച്ചാൽ അവന് വേണ്ടി സംസാരിക്കുവാൻ, അവന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവന് വേണ്ടി സംസാരിക്കുന്ന ഒരു നാമമുണ്ട്. അതാകുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം. എന്റെ പട്ടണത്തിൽ ഏറ്റവും മരണത്തോടുകൂടി ജീവിതം ഇതോടെ തീരുമെന്ന് കരുതിയിരുന്ന എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വെളിപ്പെട്ടവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവ്